ഓരോടന്നെ ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി ഇതിലേ അയാളോട് തന്നെ. എന്നെ ഓട്ടോറിക്ഷക്കാരനല്ലേ പൊട്ടത്തിനും വിളിച്ച് പറയണത്. ഫിറ്റ് ചെയ്യാൻ വയ്ക്കുമോ? ആ ഇങ്ങോട്ടേക്കേ എടുത്തിറങ്ങി. അപ്പം നമ്മളിത് ആമസോണിൽ നിന്ന് ഒരു നീൽക്കമലിൻ്റെ ഒരു പ്രൊഡക്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഡൈനിങ് ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്തിട്ട് 3 ദിവസമേ ആയുള്ളൂ. മൂന്നാമത്തെ ദിവസം നമുക്കിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. ചെയറില്ല, ടേബിൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞിട്ട് ചെയറിന് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കടയിൽ നിന്ന്. അപ്പോൾ ഇതാ മക്കൾ അതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഹാളിൽ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തൊരു മണി പ്ലാന്റിൻ്റെ ഇതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ വൈകുന്നേരം വിശേഷങ്ങളാട്ടോ. വന്ന് നമ്മൾ ഈ ടേബിള് ആമസോണിൽ വരുത്തിയതായിരുന്നു. അപ്പോൾ അതൊക്കെ മക്കൾ വന്ന് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ അതൊക്കെ തുറന്ന് അവർ രണ്ടുപേരും കൂടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതൊരു മണി പ്ലാന്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാട്ടോ. ഈ ചെയർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വാങ്ങിയതല്ല. ഇനി 2 ചെയറും കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വന്നു. ഇവിടേക്ക് ഒന്നും കൂടി അടിച്ചു വാരിട്ട് വന്നാക്കി ഒന്നും കൂടി ഒന്ന് അടിച്ചു വാരിയിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ കുളിക്കാൻ കയറി, കുളി കഴിഞ്ഞിറങ്ങിട്ടോ. കുളി കഴിഞ്ഞിറങ്ങി ഒന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് നിന്ന് തൊഴുതു. ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ചോറ് ഇരിക്കുന്നുണ്ട് രാവിലത്തെ. പിന്നെ മത്തനരിശ്ശേരി ഉണ്ടാക്കിയിരുന്നു, വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു. പിന്നെ മീനിൻ്റെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മീനിൻ്റെ കുറച്ച് ഫ്രൈ ചെയ്തതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി എന്താ ചെയ്യണത്, തണുപ്പായതുകൊണ്ട് എനിക്ക് തണുത്ത ഭക്ഷണം പോകില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോഴേ മട്ടരി കിട്ടുമല്ലോ. അപ്പോൾ ആർക്കും അത് ചോറ് ഇഷ്ടമല്ല, കഞ്ഞിയാണെങ്കിൽ ഇഷ്ടം. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് കഞ്ഞി വയ്ക്കട്ടെ, നമുക്ക് ചൂടോടെ കഴിക്കാമല്ലോ. നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ചോറ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആർക്കൊക്കെ കഞ്ഞി വേണ്ടതെന്ന് ചോദിച്ചു. സാധാരണ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ വേണ്ടാന്ന് മാത്രമേ പറയൂ. ഇവരെ നന്നായിട്ട് എനിക്കറിയാം. പിന്നെ ഞാൻ കുടിക്കുന്ന സമയമാകുമ്പോൾ അമ്മ കഞ്ഞി ഉണ്ടമ്മ എന്നൊക്കെ ചോദിച്ചൊരു വരവുണ്ട്. വേണം എന്തായാലും 3 ആൾക്കുള്ളൊരു കഞ്ഞിക്കുള്ള അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് എന്തായാലും ആവശ്യം വരും. പിന്നെ കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, മത്തനരിശ്ശേരി രാവിലെ ഉണ്ടാക്കിയതുണ്ട്, വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്. ഞാൻ ഇവരോട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. വൈകുന്നേരം വന്നിട്ട് ചൂടാക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ കേടായാലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയിക്കുകയാണ്. ജഗ്ഗൊന്നും വെക്കാൻ വേറെ അങ്ങനെ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അടുക്കളയിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലാസ് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും കൂടെ വാങ്ങിക്കണം. പിന്നെ 2 ഗ്ലാസ് വെക്കുന്ന അതും അതുപോലെ ജഗ്ഗൊക്കെ എപ്പോഴും മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാമല്ലോ, വെള്ളം വെക്കണം അവിടെ. അപ്പോൾ ഇതൊരു അത്യാവശ്യം കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളിനിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്നാലും ഇപ്പോൾ ആരെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് നമുക്കൊരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ആവശ്യം വരുമല്ലോ. അതുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ നിലത്തൊന്നും ഇരിക്കാൻ വയ്യ കേട്ടോ, തറയിലൊന്നും അങ്ങനെ ഇരിക്കാൻ വയ്യ, നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെ ചോറുണ്ടെങ്കിൽ മക്കളങ്ങനെ കഴിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ അവർക്ക് എഴുതാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്
വാങ്ങിയത്. വേറെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ നേരത്തെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുനിയിരുന്ന് എഴുതണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ ഇനി 2 ചെയറും കൂടെ എനിക്ക് കിട്ടണം. ഇവിടെ ഓൾറെഡി 2 ചെയർ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ തുടച്ച് കഴുകിയിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും 2 എണ്ണം കൂടെ വാങ്ങിക്കണം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വന്നേക്ക് വേഗം കുളിയൊക്കെ കഴിച്ചു. ആ ചെയറല്ല ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ കുളി കഴിഞ്ഞിട്ട്, കാരണം വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയൊക്കെ കൊണ്ടല്ലേ വന്നത്. അപ്പം ഓൾറെഡി നനഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വേഗം പെട്ടെന്ന് കുളിക്കാൻ കയറിയതാണ്. സാധാരണ അടുക്കളയിലെ ജോലികൾ എന്തൊക്കെയാണോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ വേണ്ടി നിൽക്കൽ. ഇന്ന് വന്ന സമയത്ത് എൻ്റെ ഡ്രസ്സും ഇതൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് കുളിക്കാനായിട്ട് കയറുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ രാവിലത്തെ കഞ്ഞിവെള്ളമൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കും. ആ റൈസ് കുക്കറിൽ തന്നെ ഇരിക്കലാണ്. കാരണം ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ള കഞ്ഞിവെള്ളത്തിനൊക്കെ വന്നാലോ വിചാരിച്ചിട്ടേ. അപ്പോൾ ചൂടോടെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ കുട്ടികൾ എടുത്ത് കുടിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലാണ്. അത് വൈകുന്നേരത്ത് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ പിന്നെ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ട് കളയാണ്. പിന്നെ കുറച്ച് ചോറ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേറെന്തോ 1-2 എടുത്തിട്ട് ഞാനെന്തോ കേടുവന്നെന്തോ ഉണ്ടായിരുന്നു. രാവിലെ എന്തോ പുട്ടുണ്ടാക്കിയിട്ട് ചെറിയൊരു കഷ്ണം കൂടി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കേടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് അവിടെ കാടിപ്പാത്രം ഉണ്ട് കേട്ടോ, പുറത്ത് പശുവിന് കൊടുക്കണം. അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീൻ ഫ്രൈ ചെയ്തതിരിക്കണുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു. കുക്കറിൽ അപ്പുറത്ത് കഞ്ഞിക്കും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് 1-2 പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. പിന്നെ ഇത് 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. 2 ദിവസമായിട്ടുണ്ട്. എന്നും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനേ വന്നാൽ ചിലപ്പോൾ ഓരോ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ വീഡിയോസ് എടുക്കില്ല. ചിലപ്പോൾ വീഡിയോസ് എടുത്തത് എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു മടി വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ കഞ്ഞീൻ്റെ എന്താ പറയുക, ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഒരു സെമ്മിലിട്ടിട്ട് 2-3 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടാൽ കഞ്ഞി റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോയ പാത്രവും കറി കൊണ്ടുപോയ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വന്നപ്പോൾ സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകണം. എനിക്ക് എന്താ പറയുക, കുക്കിങ് നീറ്റ് ആൻഡ് ക്ലീനായിട്ടിരിക്കണം എപ്പോഴും അടുക്കള. അപ്പോൾ തുടച്ചവിടെ തന്നെ തുടച്ചിട്ടും വൃത്തിയാക്കിയിട്ട്, അതുകൊണ്ട് എന്താ പറയുക 2 പ്രാവശ്യം ഇങ്ങനെ തുടച്ചെങ്കിലുള്ളൂ ഒരു സമാധാനം കിട്ടുക കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടാവും തുടച്ച ഭാഗം തന്നെ വീണ്ടും തുടയ്ക്കണമെന്തിനാ. അപ്പോൾ ഒരു പാത്രം കഴുകിയാൽ വെള്ളം എടുത്ത് തെറിക്കുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ അത് ശീലമായിപ്പോയി, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ശീലങ്ങളായിപ്പോയി അതൊക്കെ. അപ്പോൾ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനിവിടെ പാത്രം കഴുകണം അവിടെ തന്നെ. വിമ്മിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ സോപ്പിൻ്റെ കഷ്ണം എപ്പോഴും വെക്കും കേട്ടോ. കാരണം നമുക്ക് പാത്രം കഴുകിക്കഴിഞ്ഞാൽ ആ കൈ കൂടെ സോപ്പിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും കൂടെ തുടച്ചിട്ടാൽ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. കഞ്ഞി ആ ഒരു പ്രഷറിൽ കിടന്ന് ഒന്നും കൂടി ഉണ്ടാവുകയും ചെയ്യും. ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഞാൻ 2 വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടു. ഇനി അത് തണുത്ത് വരുമ്പോഴത്തേക്കും എന്താ പറയുക, വെന്തിട്ടുണ്ടാവും ചോറൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അടുക്കള കാര്യങ്ങളും ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവുക. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ പട്ടിക്കുട്ടിയുടെ ഒക്കെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവൻ്റെ പേരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പേരെന്നൊക്കെ. അതൊക്കെ പറയാം കേട്ടോ. ഇത് കുളിക്ക് വേണ്ടിയിട്ട് ഇറക്കി കെട്ടി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം പോകും. നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് ഗൈസ്. മീൻ വറുത്തതുണ്ട്, വഴുതനങ്ങ ഉപ്പേരി, മത്തനരിശ്ശേരി, അച്ചാർ, കഞ്ഞി. അപ്പോൾ കഞ്ഞി നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് ചൂടാറട്ടെ വെയിറ്റ്. ആരോടൊക്കെ ഞാൻ പറഞ്ഞു, നല്ല ചൂടാണ് കേട്ടോ കഞ്ഞി.
അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സീ യു താങ്ക്സ്. അപ്പോൾ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്.